ഹായ് ഓൾ. ഇത് കാണുന്നത് കേണൽ സോഫിയ ഖുറേഷിയാണ്. കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈനിക സിഗ്നൽ കോർപ്സിലെ ഒരു മുൻനിര ഉദ്യോഗസ്ഥയും സൈന്യത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു മാതൃകയുമാണ്. അദ്ദേഹത്തിന്റെ സേവനവും നേട്ടങ്ങളും സൈന്യത്തിലെ നവീകരണവും സ്ത്രീകളുടെ സേനയിൽ പ്രവേശനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രധാന നേട്ടങ്ങൾ: ഫോഴ്സ് 18 പരിശീലനത്തിൽ നേതൃപങ്ക് വഹിച്ചിട്ടുണ്ട്. 2016 പൂനെയിൽ നടന്ന ഏഷ്യൻ പ്ലസ് ഫീൽഡ് ട്രെയിനിങ് എക്സസൈസിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ച ആദ്യ വനിതാ കമാൻഡറായിരുന്നു സോഫിയ. അവർ 18 വർഷത്തിലെയും ഏക സൈനിക കമാൻഡറായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UN പീസ് കീപ്പിംഗ് മിഷൻ 2006 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നടന്ന UN പീസ് കീപ്പിംഗ് മിഷനിൽ ഇന്ത്യയിലെ സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസറായിരുന്നു സോഫിയ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘത്തിലെ പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കാളിത്തം 2025 നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിനിടെ പഹൽഗാം ആക്രമണത്തിൽ പ്രതികരിച്ച് പാകിസ്ഥാൻ അധീന കാശ്മീരിലും പാകിസ്ഥാനിലും 9 ഭീകര ശിബിരങ്ങൾ നശിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിലെ ഔദ്യോഗിക മാധ്യമ ബ്രീഫിംഗിൽ സോഫിയ പങ്കെടുത്തു. ഇത് സൈന്യത്തിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു സുപ്രധാന ഘടകമായിരുന്നു. സുപ്രീം കോടതി വിധിയിൽ സോഫിയയ്ക്ക് പങ്കുണ്ടായിരുന്നു. 2020 സ്ത്രീ സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള സ്ഥിരം കമ്മീഷൻ അനുവദിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ സോഫിയയുടെ സേവനങ്ങൾ പ്രധാനമായി അംഗീകരിച്ചു. അവളുടെ സേവനം സ്ത്രീകളുടെ സൈന്യത്തിലേക്ക് പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു മാതൃകയായി നിലകൊണ്ടു. സോഫിയ ഖുറേഷി ഒരു സൈനിക കുടുംബത്തിൽ ജനിച്ചയാളാണ്. അവരുടെ പിതാവ്, പിതാമഹൻ എന്നിവരും സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചവരാണ്. 2015 മേജർ താജുദ്ദീൻ വഗേവാഡിയെ വിവാഹം കഴിച്ച സോഫിയയ്ക്ക് ഒരു മകനുണ്ട്. ഇവരുടെ ഇരട്ട സഹോദരിയാണ് ഡോക്ടർ ഷൈന സുൻസാര. സാമൂഹിക പ്രവർത്തകയും പ്രസിഡന്റ് പുരസ്കാര ജേതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ്.